ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നടക്കാൻ പോവാണ്. വളരെ നല്ല ക്ലൈമറ്റാണ്, നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് സ്റ്റോൺ ഹേവൻ എന്നാണ്. ഇത് സ്കോട്ട്ലാൻഡിൻ്റെ വളരെ പുരാതനമായിട്ടുള്ളൊരു ടൗൺ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനുമാണ്. ഇവിടുത്തെ ബീച്ച്, ഇവിടുത്തെ ഫിഷ് ആൻഡ് ചിപ്സും ഐസ്ക്രീമും ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ന്യൂ ഇയേഴ്സ് ഈവില് ഇവിടുത്തെ ഫയർ ബോൾസ് കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും, അതായത് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾക്ക് അല്ലെങ്കിൽ ചില ഫംഗ്ഷൻസിന്, വലിയ വലിയ സമ്മേളനങ്ങൾക്കൊക്കെ പല ജില്ലകളിൽ നിന്ന് വണ്ടി വരത്തില്ലേ. അപ്പോൾ കഴിഞ്ഞ ന്യൂ ഇയേഴ്സ് ഈവിന് ഞാനും ഹസ്ബൻഡും പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അത് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം പക്ഷെ നമുക്കത് കാണാൻ പറ്റിയില്ല, കാരണം ഒരുപാട് ലേറ്റ് ആയിരുന്നു. അപ്പോൾ അടുത്ത ദിവസം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് കാണാൻ വെയിറ്റ് ചെയ്തില്ല. അവിടെ പോയി എന്താ സംഭവം എന്നൊക്കെ നോക്കിയിട്ട് വന്നപ്പം പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി ആളുകൾ, അത് പ്രായഭേദമന്യേ ചെറുതും വലുതും എല്ലാം പല മീൻസ് ഏജിലുള്ള ആളുകൾ അത് കാണാൻ വേണ്ടിയിട്ട് ബീച്ചിൽ ഇങ്ങനെ തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു വാക്കിന് പോവുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അപ്പം നമുക്ക് അതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച്. അപ്പോൾ അതെ, നമ്മൾ വീടൊക്കെ പൂട്ടി ഇറങ്ങി. ഇതാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന ഏരിയ. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നുമില്ല. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. ആളുകളൊക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങി നല്ല ലൈവായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ആളുകൾ ഈ ഒരു സമ്മർ ശരിക്കും എൻജോയ് ചെയ്യും കേട്ടോ. കാരണം ആ വിൻ്റർ കാലഘട്ടത്തിൽ ഇവർ പുറത്തിറങ്ങത്തില്ലെന്നല്ല, പക്ഷേ എങ്കിലും ഫുള്ള് ജാക്കറ്റൊക്കെ ഇട്ട് ഭയങ്കര പാടായിരിക്കും. പിന്നെ സ്കോട്ട്ലാൻഡിൽ ഇംഗ്ലണ്ടിനെക്കാട്ടിയും നല്ല തണുപ്പാണ്. ഇവിടെ ഇപ്പം ഈ വെയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ വെയിലത്ത് പോലും തണുപ്പാണ്. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. നല്ല തണുപ്പാണ്. 6 ഡിഗ്രിയേ ഉള്ളൂ ഇപ്പം. 6 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നത്തെ ടെമ്പറേച്ചർ. പക്ഷേ നല്ല വെയിലുണ്ട്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, ആ വെയിലിനൊരു ചൂടില്ല. ഇതൊക്കെ നോക്കാം എന്ത് ഭംഗിയുണ്ട്. ഇതൊക്കെ വൈൽഡ് ഫ്ലവേഴ്സാണ്. ആക്ച്വലി ഈ ഫ്ലവേഴ്സൊന്നും നമുക്ക് പിച്ചിക്കൂടാ. പിച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിക്ഷാർഹമാണ്. മരങ്ങളൊക്കെ കംപ്ലീറ്റ് ഇലയൊക്കെ പോയി നല്ല എന്താ പറയുന്ന നമ്മുടെ പഴയ സ്കെൽറ്റൻ സിസ്റ്റംസൊക്കെ പോലെ ഇങ്ങനെ നിൽക്കുക. ബട്ട് സ്റ്റിൽ ദേ വിൽ സർവൈവ്. അവർ ആ ഒരു ടൈം, ആ ഒരു സ്പേസ് നേച്ചറിന് അവർ കൊടുക്കും. പുതിയ മാറ്റങ്ങൾ അവരിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു മനുഷ്യരെ നേച്ചറിനെ കണ്ട് പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ പല കാര്യങ്ങൾക്കും ആ ഒരു സ്പേസ് കൊടുക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങളുണ്ടാവും ലൈഫിൽ. ഇതുപോലെ തന്നെയാണ് അവരും ആ ഒരു സ്പേസ് പോയി പഴയ ഇലകളെല്ലാം പോയി. പക്ഷെ അവർ വെയിറ്റ് ചെയ്യുവാണ് പുതിയൊരു നല്ല സമയത്തിന് വേണ്ടിയിട്ട്. ആ ഇലകളൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ നിങ്ങൾക്ക്. ഇപ്പോൾ വൈൽഡ് ഫ്ലവേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കുവാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അറ്റത്തൊക്കെ ആ ഒരു തളിർപ്പുകൾ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? പുതിയ പൂക്കൾ, ഫുള്ള് പൂക്കളായിരിക്കും ഫസ്റ്റ് വിരിയുന്നത്. ആ പൂക്കളെല്ലാം വിരിഞ്ഞ് പൂക്കൾ പൊഴിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് പുതിയ തളിരിലകൾ വരും. അതും വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇപ്പോൾ കണ്ടോ, റോഡൊക്കെ ഭയങ്കര ലൈവായിട്ടുണ്ട്. അപ്പോൾ ഈ നേരെ കാണുന്നത് ഇവാൻ സ്ട്രീറ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ട്രീറ്റ്. കാരണം എൻ്റെ മോൻ്റെ പേര് ഇവാൻ എന്നാണ്. അപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ എപ്പോഴും മനസ്സിൽ എന്തോ ഒരു പ്രത്യേക സന്തോഷമാണ്. ഇപ്പം നമ്മളിത് ടൗൺ സെൻറ്ററിലോട്ട് എത്തുന്നു. സ്ട്രീറ്റ് ഭയങ്കര ലൈവാണ്. ആളുകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല സന്ധ്യയായതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒത്തിരി ഷോപ്സ് ഉണ്ട്. പക്ഷെ ഞാനിവിടെ ഒന്നും വന്നിട്ടില്ല. ഹലോ, ഞാനിവിടെ ഒന്നും വന്നിട്ടില്ല. കാരണം നമുക്ക് വേണ്ട ഒരു സാധനങ്ങൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ വന്ന് കയറേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ കുറേ ഷോപ്സ് ഈ വഴിക്ക് ഒത്തിരി ഷോപ്സ് ഉണ്ട്. ഇപ്പം ഇതാണ് നമ്മുടെ ടൗൺ സെൻറ്റർ. നമ്മൾ സ്റ്റോൺ ഹേവൻ്റെ മെയിൻ അട്രാക്ഷൻ ഇവിടെയാണ്.
ഇത് പബ്ലിക് കാർ പാർക്കാണ്. ഇവിടെ നമ്മൾ പേ ചെയ്ത് ആ ടിക്കറ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ട് വേണം കാർ ഇവിടെ ഇട്ടിട്ട് പോകാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഫൈൻ കിട്ടും. അടുത്ത ക്ലോക്ക് ടവറാണ്. 1:30 സമയം. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഓപ്പൺ എയർ പൂളുണ്ട് അപ്പുറത്ത്, പിന്നെ കാസിലുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് നടന്നെത്താനായിട്ട് നല്ല ദൂരമാണ്. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ നിങ്ങൾ കണ്ടോ? ഈ കേൾക്കുന്ന സൗണ്ട് കടൽക്കാക്കകളുടെ സൗണ്ടാണ്, സീകളിൽ. ഭയങ്കര അരോചകമായിട്ടുള്ള സൗണ്ടാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റോൺ ഹെവൻ ബീച്ച്. കസേരയൊക്കെ ഇട്ട് വന്ന ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല ലൈവായിട്ടിരിക്കുവാണ് ബീച്ച്. നല്ല തിരക്കുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് കാണുന്ന മണൽത്തിട്ടകളൊന്നും മുന്നേ ഇല്ലായിരുന്നു കേട്ടോ. നന്നായിട്ട് കടൽ കവർ ചെയ്തിരിക്കുമായിരുന്നു. ഇത് ആ കാണുന്ന പാറക്കൂട്ടങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇങ്ങ് വരെയും ഇത് തന്നെയായിരുന്നു, കടൽ തന്നെയായിരുന്നു. ആ ആളുകൾ ഇരിക്കുന്നില്ല, അവിടെ വരെ കടലായിരുന്നേ. പക്ഷെ ഇപ്പം ഈ ഇടയ്ക്ക് കാണുന്ന പാറക്കൂട്ടങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സമ്മർ ആയപ്പോഴത്തേക്ക് നികന്ന് വന്നതാണെന്ന് തോന്നുന്നു. ഇത് അവിടെ സീകളിൽ പറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കൂട്ടമായിട്ട്. ഇതൊരു ഫിഷിംഗ് ടൗൺ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടുത്തെ ഫിഷ് ആൻഡ് ചിപ്സ് അത്രയും ഫേമസ്. കാരണം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ആൻഡ് ചിപ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇതാണ് ഇവിടുത്തെ ബീച്ച്. ഇച്ചിരി കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ എൻ്റെ പുറത്തിറങ്ങുവാണ്. അതെ, നമ്മുടെ സ്റ്റോൺ ഹെവൻ്റെ അട്രാക്ഷൻസൊക്കെ അവരിവിടെ വരച്ചു വച്ചിട്ടുണ്ട്. ഇത്രയും സ്ഥലങ്ങളുണ്ടത്ര ഇവിടെ കാണാനായിട്ട്. പക്ഷേ ഈ പറയുന്നതൊന്നും ഈസി ആയിട്ട് നമുക്ക് നടന്നു പോകാനായിട്ട് പറ്റുന്ന സ്ഥലങ്ങളല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പം നമ്മുടെ ബീച്ചിൻ്റെ അപ്പുറത്തെ ഭാഗത്ത്, ഇതിൻ്റെ അപ്പുറത്തെ എൻഡിൽ ആണ് ഫയർ ബോൾസ് നടക്കുന്നത്. അപ്പോൾ ഫയർ ബോൾസ് ആക്ച്വലി നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയില്ല. പക്ഷേ ഞാനിങ്ങനെ അത് കഴിഞ്ഞപ്പോൾ യൂട്യൂബ് വീഡിയോസിലും മറ്റുമൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-50ഓളം ആളുകൾ, എല്ലാം വോളണ്ടിയേഴ്സ് ആയിരിക്കും. അപ്പോൾ അന്ന് ഉച്ച തൊട്ട് ആ റോഡ്സ് കംപ്ലീറ്റ് ബ്ലോക്ക്ഡ് ആയിരിക്കും. 10-50ഓളം ആളുകൾ ഈ സ്കോട്ട്ലാൻഡിൻ്റെ തനതായ അവരുടെ ആ ഒരു കോസ്റ്റ്യൂം ധരിച്ച് വലിയ തീഗോളങ്ങൾ ഇങ്ങനെ ചുറ്റി പറത്തിക്കൊണ്ട് അവർ മീൻസ് ആ സ്ട്രീറ്റ് ഫുള്ള് കവർ ചെയ്ത് വരും. അപ്പോൾ അതാണ് ഫയർ ബോൾസ് എന്ന് പറയുന്നത്. അപ്പം ഇത് കാണാൻ വേണ്ടിയിട്ടുണ്ടല്ലോ അത്രയ്ക്ക് തിരക്കാണ്, ഭയങ്കര ഭംഗിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫയർ ബോൾസ് പോകുന്നതിന് മുന്നിട്ട് നമ്മുടെ ഈ സ്കോട്ട്ലാൻഡിൻ്റെ പൈപ്പ് മ്യൂസിക് ഭയങ്കര ഫേമസ് ആണ്. സ്കോട്ട്ലാൻഡിൻ്റെ പൈപ്പ് മ്യൂസിക്. അപ്പം സ്കോട്ട്ലാൻഡിൻ്റെ പൈപ്പ് മ്യൂസിക്കും വായിച്ച് ആളുകൾ അതിന് മുന്നേ പോകും അത്രേ. എന്നിട്ട് ഇവരിങ്ങനെ വരിയായിട്ട് ഈ തീഗോളങ്ങൾ കത്തിച്ചിട്ട് പുറകെ ഇങ്ങനെ പോകും. അത് ഭയങ്കര സുന്ദരമായ കാഴ്ചയാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എനിക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു ടെസ്കോ. ഇതെൻ്റെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് വാക്ക് ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടൊരു പമ്പും വരുന്നുണ്ട്. ഇവിടെ കണ്ടോ, എല്ലാവരും അവരവർ സ്വന്തമായിട്ട് തന്നെയാണ് പെട്രോൾ അടിക്കുന്നത്. നമുക്ക് കാർഡ് സ്വൈപ്പ് ചെയ്ത് പേ ചെയ്തിട്ട് നമുക്ക് ആ എമൗണ്ടിലുള്ള പെട്രോൾ അടിക്കാം.
നല്ലൊരു കാര്യമാണ്. അതിനു വേണ്ടി നമ്മുടെ നാട്ടിലെ കണക്ക് വെയിലും മഴയും ഒന്നും കൊണ്ട് ആരും നിൽക്കണ്ട. അവരവർക്ക് വേണ്ട പെട്രോൾ നമ്മുടെ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പെട്രോൾ നമുക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ ദേ ഇവിടെ ഒരു പോസ്റ്റ് ബോക്സ് ഉണ്ട്. റോയൽ മെയിലിൻ്റെ പോസ്റ്റ് ബോക്സ് ആണ്. നമ്മുടെ വീട്ടിൽ മുന്നേ താമസിച്ചിരുന്നവരുടെ പേരിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലെറ്റർ, അതായത് നമുക്കല്ലാത്തതായിട്ടുള്ള എന്തെങ്കിലും ലെറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മളിത് RTS എഴുതി, അതായത് റിട്ടേൺ ടു സെൻഡർ എഴുതി നമ്മൾ ഈ പോസ്റ്റ് ബോക്സുകളിൽ കൊണ്ടുവന്ന് ഇടണം. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ മുൻപ് താമസിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടേതല്ലാതായിട്ടുള്ള എന്ത് ലെറ്റർ വന്നാലും നമ്മൾ RTS അല്ലെങ്കിൽ നോട്ട് അറ്റ് ദിസ് അഡ്രസ്സ് എന്ന് എഴുതി നമ്മളത് തിരിച്ച് സെൻഡ് ചെയ്യണം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വരുന്ന ലെറ്റർ മിസ്ഡെലിവേർഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പോസ്റ്റൽ വേസ്റ്റേജസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പോസ്റ്റൽ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെയാണ് നമ്മുടെ പറയുന്നത്. അപ്പം എൻ്റെ അടുത്ത് ഇത് മുൻപ് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നൊരു ചേച്ചി പറഞ്ഞു തന്നതാണ്. അപ്പം നമ്മളങ്ങനെ വരുന്ന ലെറ്റേഴ്സ് നമ്മുടേതല്ലെങ്കിൽ അതെടുത്ത് നമ്മൾ വേസ്റ്റിലിട്ട് കഴിഞ്ഞാൽ അതാരും അറിയത്തില്ല. അപ്പം നമ്മളത് RTS എഴുതി തിരിച്ചു വിടണം. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ എവിടെയാണോ താമസിക്കുന്നത് അവിടെ അങ്ങനെ വേറെ ആരുടെയെങ്കിലും ലെറ്റർ വരുവാണെങ്കിൽ, നമ്മുടെ ലാൻഡ് ലോഡിൻ്റെ അല്ലാതെ വേറെ ആരുടെ ലെറ്റർ വന്നാലും ഞാനത് RTS എഴുതി ഇടാറുണ്ട്. അപ്പം നമ്മുടെ ലാൻഡ് ലോഡിൻ്റെ ലെറ്ററാണ് വരുന്നതെങ്കിൽ, ലാൻഡ് ലോഡിന് എന്താ പറയുന്ന എൻടൈറ്റിൽ ചെയ്തിട്ടുള്ളൊരു ലെറ്ററാണ് വരുന്നതെങ്കിൽ ഞാനത് അവരെ വിളിച്ച് അറിയിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലാൻഡ് ലോഡ് എപ്പോഴും എന്നോട് പറയാറുണ്ട് അത് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇമെയിൽ അയച്ച് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതെ നമ്മുടെ വീടെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വാക്കിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.